എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സിടെറ്റ്, കേടെറ്റ്, HSA, നെറ്റ്, സെറ്റ്, HSST, അതേപോലെ ജനറൽ PSC എക്സാമുകൾക്ക് ഓൺലൈനായി കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടോസ് അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് ജനറൽ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ബയോളജി ഫോക്കസ് ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ 4 കാര്യങ്ങളിൽ 2 എണ്ണം നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് തന്നെ കുത്താൻ സാധിക്കും ഒന്നാണ് ആൻസർ വരുന്നത്. മീൻസ് ഈ 4 എണ്ണത്തിൽ 3 എണ്ണം നമുക്ക് പെട്ടെന്ന് ഡിസ്കാർഡ് ചെയ്യാൻ സാധിക്കും. അതാണ് മാച്ച് ദ ഫോളോയിങ്ങിലെ പ്രത്യേകത. അതുകൊണ്ട് ആരും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വായിക്കാതെ വിടരുത്. ഒന്ന് ജസ്റ്റ് അങ്ങ് വായിച്ചു നോക്കുക. അതിൽ എല്ലാ കാര്യവും അറിയണ്ട, 2 കാര്യം അറിയുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കുറച്ച് മൂവ്മെന്റ്സുകളാണ്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പരിസ്ഥിതി നശിപ്പിക്കുന്നതിനെതിരെ നടന്ന കുറച്ച് മൂവ്മെന്റ്സുകളാണ്. സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചോ ആൻഡോളൻ, തെഹരി ഡാം കോൺഫ്ലിക്ട്, ചിപ്കോ മൂവ്മെന്റ്. നമുക്ക് ആദ്യം നമ്മുടെ ഇന്ത്യയിൽ അല്ല കേരളത്തിൽ നടന്ന കുറച്ച് മൂവ്മെന്റ്സുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും തിരിച്ചു വരാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണിത്. നമുക്ക് സ്ഥിരമായിട്ട് ബയോളജി ഏരിയയിൽ ചോദിക്കാൻ പറ്റിയൊരു കാര്യമാണ്. സൈലന്റ് വാലി മൂവ്മെന്റ് നടന്നത് 1973 മുതൽ 1983 വരെ നടന്നത് കേരളത്തിലാണ്. ലീഡേഴ്സ് ആരായിരുന്നു? MK പ്രസാദും സുഗതകുമാരിയായിരുന്നു. നമ്മുടെ കവയിത്രി സുഗതകുമാരി. ഇവർ രണ്ടുപേരും ലീഡേഴ്സ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? പ്രൊട്ടക്ട് എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. നമ്മുടെ സൈലന്റ് വാലി ഒരു ഡാം ഉണ്ടാക്കാൻ വേണ്ടി വരുമായിരുന്നു. അത് നടക്കരുത്. നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റ് ആയി സൈലന്റ് വാലി പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. അതിനുവേണ്ടി വന്നൊരു മൂവ്മെന്റ് ആണ് സൈലന്റ് വാലി മൂവ്മെന്റ്. പ്രൊജക്ട് ക്യാൻസൽ, സൈലന്റ് വാലി ഡിക്ലെയർഡ് നാഷണൽ പാർക്ക്. പ്രൊജക്ട് ക്യാൻസൽ ആവുകയും ചില ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് നടക്കാതെ വരികയും അതേപോലെ അത് നമ്മുടെ സൈലന്റ് വാലി ഒരു നാഷണൽ പാർക്കായിട്ട് 1984 ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. നർമ്മദ ബച്ചോ ആൻഡോളൻ എന്താണ്? 1985 വന്നതാണ്. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. എവിടെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. മേധ പട്കറും ബാബ ആണ് ഇതിന്റെ ലീഡേഴ്സ്. എഗെയിൻസ്റ്റ് ലാർജ് ഡാംസ് ഓൺ നർമ്മദ ലിവർ. നമ്മുടെ നർമ്മദ ലിവറിലും ഒരുപാട് ഡാംസ് വരാൻ പ്രൊജക്റ്റിലേക്ക് വന്നപ്പോൾ അതിനെതിരെയാണ് ഇത് വന്നത്. ഫോക്കസ് ഓൺ ഡിസ്പ്ലേസ്മെന്റ് ആണ് റീഹാബിറ്റേഷൻ. തെഹരി ഡാം കോൺഫ്ലിക്ട് 1980s ഉത്തരാഖണ്ഡിലാണ്. സുന്ദർലാൽ ബഹുഗുണ. ഓപ്പോസിറ്റ് തെഹരി ഡാം കൺസ്ട്രക്ഷൻ. നമ്മുടെ തെഹരി ഡാം കൺസ്ട്രക്ഷനെതിരെയായിട്ടാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് വന്നത്. കൺസേൺ ഓവർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സെസീമിക് റിസ്ക്. ചിപ്കോ മൂവ്മെന്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചിപ്കോ മൂവ്മെന്റ് എന്തായിരുന്നു എന്ന് 1973 ഉത്തരാഖണ്ഡിലാണ്. സുന്ദർലാൽ ബഹുഗുണ ആൻഡ് ഗൗര ദേവിയാണ് ഇതിന്റെ ലീഡേഴ്സ്. പ്രൊട്ടക്ട് ഫോറസ്റ്റ് ഫ്രം കൊമേഴ്ഷ്യൽ ഫില്ലിംഗ്. കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫോറസ്റ്റ് മരങ്ങൾ മുറിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ തടയുകയാണ് ഇവർ ചെയ്തത്. ട്രീ ഹഗ്ഗിംഗ് പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ. നമുക്കറിയാലോ, മരത്തിന് ചുറ്റും കൈ പിടിച്ച ആൾക്കാര് പ്രൊട്ടസ്റ്റ് ചെയ്തു. ആപിക്കോ മൂവ്മെന്റ് 1983 കർണാടകയിലാണ്. പണ്ടൂരാങ് അതുപോലെ ഹെഡ്ജ് ലീഡറാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആണ് ഇതും. ഇൻസ്പയർഡ് ബൈ ചിപ്കോ. അടുത്തത് ബിഷ്ണോയി മൂവ്മെന്റ് 70-30 രാജസ്ഥാനിലാണ്. അമൃതാദേവിയാണ് ഇതിന്റെ ലീഡർ. ഇവരെന്ത് ചെയ്തത്? പ്രൊട്ടക്ട് ട്രീസ് ഫ്രം ബീങ് കട്ട്. ഇതായിരുന്നു ഇതിന്റെ ഒബ്ജക്റ്റീവ്. ട്രീസ് കട്ട് ചെയ്യുന്നതിനെതിരെയാണ് ഇവര് ഇതിന്റെ മൂവ്മെന്റ് നടത്തിയത്. 363 പീപ്പിൾ സാക്രിഫൈസ് ലീവ്സ്. അടുത്ത ജംഗിൾ ബച്ചോ ആൻഡോളൻ എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ വ്യത്യാസമുള്ള ചില പേരുകൾ തമ്മില് ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കണം. 1982 ജാർഖണ്ഡിലാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് ഇത് നടത്തിയത്. ഓപ്പോസിറ്റ് റീപ്ലേസ്മെന്റ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ് വിത്ത് ടീക്ക്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫോറസ്റ്റ്, അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് അവിടെ എന്ത് നടാൻ അവർ തീരുമാനിച്ചതായിരുന്നു? തേക്ക് നട്ട് ഉണ്ടാക്കാനായിരുന്നു. പക്ഷെ അതിനെതിരെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഫസ്റ്റ് നടത്തി. പ്രൊട്ടക്റ്റഡ് ഇൻഡിജിനസ് ഫോറസ്റ്റ്. ഇനി സേവ് വെസ്റ്റേൺ ഗട്ട്സ് മൂവ്മെന്റ്. പേര് തന്നെ എന്തായിരിക്കും? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലെ ബയോഡൈവേഴ്സിറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള മൂവ്മെന്റ് ആണിത്. 1987 കുറെ എൻവയോൺമെന്റൽ ഗ്രൂപ്പാണ് ഇത് നടത്തിയിരിക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൽ കൂടെ ഒരു പദയാത്ര നടത്തി.
ചിലിക്ക ബച്ചോ അണ്ടോള 1992 ഒഡീഷയിലാണ് നടത്തിയിട്ടുള്ളത്. ലോക്കൽ ഫിഷർമാൻ ആണ് ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ഇതാണ് ചിലിക്ക ലേക്കില് നമ്മുടെ കൊഞ്ച് റിഷ്യം ഫാർമിംഗ് നടത്താൻ സമ്മതിച്ചില്ല. കാരണം അതിന്റെ ഫാമിംഗ് നടക്കുമ്പോൾ എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള ആ ലേക്കിന്റെ ഇത് നഷ്ടപ്പെടും. വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആണ് ഇവിടെ നടത്തിയത്. നിയാംഗിരി മൂവ്മെന്റ് എന്താ 2003 ഒഡീഷയിലാണ്. ലോഹരിക കൊതക് ട്രൈബ് ഓപ്പോസിറ്റ് ബോക്സൈറ്റ് മൈനിങ്, നമ്മുടെ മൈനിങ്ങിന് ഓപ്പോസിറ്റ് ചെയ്താണ് കേട്ടോ അവര്. പ്രൊട്ടക്റ്റഡ് ട്രൈബൽ ലാൻഡ് ആൻഡ് റൈറ്റ്സ്, ട്രൈബലിലെ ലാൻഡും റൈറ്റ്സും ഒക്കെ അവര് പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്ത് വെക്കുക, അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, നമുക്ക് ആ വേഗത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. സൈലന്റ് വാലി മൂവ്മെന്റ് എന്തായിരുന്നു? ഒന്നാമത്തെ വായിച്ചു നോക്കാം. എഗെയിൻസ്റ്റ് ദ റീപ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദി വീക്ക് എക്കോസിസ്റ്റം ആയിരുന്നോ? സൈലന്റ് വാലിന്റെ മൂവ്മെന്റ് ആയിരുന്നോ? അല്ല. പ്രൊട്ടക്ടിങ് ദ എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ബീങ് ഡിസ്ട്രോയിഡ് ബൈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇതാണ് വരുന്നത് 2. അപ്പൊ A2 വരുന്നത് നമുക്ക് നോക്കാം. ഒറ്റ ആൻസർ ബി ഓപ്ഷനിൽ മാത്രം. ഇപ്പം തന്നെ ആൻസർ സാധിക്കും അല്ലെ? ടൈം പോലും കളയാൻ നമുക്ക് സാധിക്കും. കാരണം ഇത് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബാക്കിയുടെ നോക്കാം. ട്രീ ഹഗ്ഗിങ്, റാപ്പിംഗ് ആംസ് അറൌണ്ട് ട്രീസ് ആൻഡ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഏതാണ്? ചിപ്കോ മൂവ്മെന്റ്. 3D വരുന്ന D3 വരുന്ന നോക്കാം. D3 കണ്ടു, ഇവിടെയാണ്. ഇവിടെ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബാക്കി A4 ആണ്. അപ്പൊ ഇത് നമുക്ക് പറ്റില്ല. ഇനി എന്താണ് വന്നത്? എഗെയിൻസ്റ്റ് ലാർജ് ഡാംസ് ബീങ് ബിൽറ്റ് അക്രോസ് ദ നർമ്മദ റിവർ. അതേതാണ്? നർമ്മദ ബച്ചോ അണ്ടോള. മനസ്സിലായോ? അപ്പം ഏതാണ്? B4. അത് ട്രഹരി ഡാം കോൺഫ്ലിക്റ്റ് ആണ്. എഗെയിൻസ്റ്റ് ദ റീപ്ലേസ്മെന്റ് ടൗൺ ഇൻഹാബിറ്റ്സ് ആൻഡ് എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദി വീക്ക് എക്കോസിസ്റ്റം. C1. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മച്ചിത് ഹോളിന് പ്രത്യേക സൈലന്റ് വാലിന്റെ നമുക്ക് അറിഞ്ഞാൽ മതി ആൻസറിലെത്തായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ബയോളജി തന്നെ, നമുക്ക് സുവോളജിയുടെ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയാം. ദ ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി വിച്ച് സെക്രീറ്റ് മെലാറ്റോണിൻ ഹോർമോൺ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏത് ഗ്ലാൻഡ് ആണ് മെലാറ്റോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി, തലാമസ്, പീനിയൽ, തൈറോയിഡ്. ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. നമ്മുടെ കുറെ ഗ്ലാൻസുകൾ ഉണ്ടല്ലോ, ഗ്ലാൻസുകളും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. പ്രധാനപ്പെട്ട കുറച്ച് ഗ്ലാൻസുകൾ, അവരുടെ ലൊക്കേഷൻ, അതേപോലെ ഏത് ഹോർമോൺ ആണ് അവർ റിലീസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹൈപ്പോതലാമസ് ബ്രെയിനില് തൈറോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, കോർട്ടിക്കോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ. പിന്നെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. തൈറോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, കോർട്ടിക്കോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, അതേപോലെ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ, അതേപോലെ ഡൊപ്പാമൈൻ, സൊമാറ്റോസ്റ്റാറ്റിൻ. പിറ്റ്യൂട്ടറി ആന്റീരിയർ ഗ്ലാൻഡ് ബ്രെയിനില് ഇവിടെ ഗ്രോത്ത് ഹോർമോൺ. TSH എന്താണ്? തൈറോസിൻ റിലീസിംഗ് ഹോർമോൺ. ഇവിടെ ACTH എന്നുവെച്ചാൽ അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ഫോളിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലുട്ടിനൈസിംഗ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ. പിറ്റ്യൂട്ടറി ആയിട്ടുള്ള പോസ്റ്റീരിയർ ഗ്ലാൻഡ് എന്താണ്? പോസ്റ്റീരിയർ ഭാഗം ബ്രെയിനില് ADDH, വാസോപ്രസിൻ, അതേപോലെ ഓക്സിറ്റോക്സിൻ ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റില് വന്നിരിക്കുന്ന മെലാറ്റോണിൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പീനിയൽ ഗ്ലാൻഡ് ആണ്. ബ്രെയിനിൽ പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ. തൈറോയിഡ് ഗ്ലാൻഡ് നെക്കില് T3, ട്രൈ ഐഡോ തൈറോയിഡിൻ, അതേപോലെ T4 തൈറോക്സിൻ, അതെ കാൽസിറ്റോണിൻ. പാരാതൈറോയിഡ് ബിഹൈൻഡ് ദ തൈറോയിഡ്, പാരാതൈറോയിഡ് ഹോർമോൺ ആണ്. തൈമസ് ചെസ്റ്റില് തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാൻക്രിയാസ് അബ്ഡോമനില് ഇൻസുലിൻ, ഗ്ലൂക്കാഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ. അഡ്രീനൽ കോർട്ടക്സ് എബവ് കിഡ്നി, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ആൻഡ്രോജൻസ് ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡ്രീനൽ മിഡിലെ എബവ് ദ കിഡ്നി, അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, അതേപോലെ നോൺ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ഓവറി ഫീമെയിൽ പെൽവിസിലാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇതിപ്പോ ടെസ്റ്റിസ് ഏതായിരിക്കും? മെയിൽ സ്കോട്ടത്തിൽ ടെസ്റ്റോസ്റ്ററോൺ. പ്ലാസന്റ ഡ്യൂറിങ് പ്രഗ്നൻസിയിലെ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? HCG. ഇതാണ് നമ്മുടെ പ്രഗ്നൻസി അറിയാനുള്ള ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ല, അതിൽ നോക്കുന്നത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് വേഗം ആൻസർ എത്താലോ. മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? പീനിയൽ ഗ്ലാൻഡ്. അടുത്തായിട്ട് നമുക്ക് ഒരു ബയോ റിസർവ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അഗസ്ത്യമല ബയോ റിസർവ് സ്പ്രെഡ് ഓവർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിക്ട്? ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് ബയോ റിസർവ് ആയ അഗസ്ത്യമല സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്? കന്യാകുമാരി, തിരുനെൽവേലി, കൊല്ലം, തിരുവനന്തപുരം. അഗസ്ത്യമല ബയോ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് സ്പ്രെഡ് അക്രോസ് തമിഴ്നാട്ടില് കന്യാകുമാരി, തിരുനെൽവേലി, കേരളത്തില് കൊല്ലം, തിരുവനന്തപുരം. തന്നിരിക്കുന്ന 4 ഓപ്ഷനും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കന്യാകുമാരി, കൊല്ലം, തിരുനെൽവേലി, തിരുവനന്തപുരം. അപ്പൊ നമുക്ക് കുറച്ച് ബയോ റിസർവിനെ കുറിച്ചും നാഷണൽ പാർക്കുകളെ കുറിച്ച് നോക്കാം. കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ബയോ റിസർവ് നോക്കാം. നീലഗിരി, ഇവിടെയൊക്കെ തമിഴ്നാട്, കേരള, കർണാടക. ഇന്ത്യയിലെ ഫസ്റ്റ് ബയോ റിസർവ് ആണ് എന്നുള്ള കാര്യം ഓർത്തൊക്കെ. നീലഗിരി 1986. അഗസ്ത്യമല നേരത്തെ പറഞ്ഞു, കേരള, തമിഴ്നാട്ടിലാണ്. വെസ്റ്റേൺ ഗട്ട് ബയോഡൈവേഴ്സിറ്റി. സുന്ദർബൻസ് വെസ്റ്റേൺ ബംഗാളിലാണ്. ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് സുന്ദർബൻസ്. റോയൽ ബംഗാൾ ടൈഗർ സ്പെഷ്യൽ ഫീച്ചർ ആണ്. നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്. ഹിമാലയൻ ബയോഡൈവേഴ്സിറ്റി. അതേപോലെ ഗൾഫ് ഓഫ് മന്നാർ തമിഴ്നാട്ടില് മറൈൻ ബയോ റിസർവ് ആണ്. മറൈൻ റിസർവ് ആണ് ഗൾഫ് ഓഫ് മന്നാർ. മനാസ് ആസാമിലാണ്. യുനെസ്കോ സൈറ്റ് വൺ ഹോൺ റൈനോ. ഓർത്ത് വെക്കണേ. കോൾഡ് ഡെസേർട്ട് ആണ് ഹിമാലയ പ്രദേശിലാണ് കോൾഡ് ഡെസേർട്ട്. ട്രാൻസ് ഹിമാലയൻ റീജിയൻ ആണ് സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഗ്രേറ്റ് നിക്കോബാർ, ആൻഡമാൻ നിക്കോബാറിലാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ബയോ റിസർവുകളെ കുറിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അവരുടെ സ്റ്റേറ്റുകൾ, അത് ഉൾക്കൊള്ളുന്ന സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്നുള്ളതും. നാഷണൽ പാർക്ക് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് ബയോ റിസർവ്, നാഷണൽ പാർക്കുകളൊക്കെ ബയോളജിയിൽ വരാൻ നമുക്ക് വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ കുറച്ച് കാര്യം നമുക്ക് നോക്കാം. നാഷണൽ പാർക്ക് സ്റ്റേറ്റ് ഏതാണെന്നുള്ള കാര്യം, അതുപോലെ ഏതിനാണ് അത് ഫേമസ്? ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. ഫസ്റ്റ് നാഷണൽ പാർക്ക് ആണ്. അതുപോലെ ഒരു ഫേമസ് ഫോർ ടൈഗർ ആണ്. 1936 ഫസ്റ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റ്. അതുപോലെ ഗിർ ഗുജറാത്തിലാണ്. ഏഷ്യാറ്റിക് ലയൺ. അതുപോലെ ഓർത്ത് വെക്കണേ, ബന്ദിപ്പൂര് കർണാടകയിൽ ടൈഗർ റിസർവ് ആണ്. പെരിയാർ കേരളയിൽ എലിഫന്റ്സ് ആണ്. അതുപോലെ മാംഗ്രൂവ് ഫോറസ്റ്റ് ടൈഗർ വെസ്റ്റ് ബംഗാളിലാണ്. സുന്ദർബൻസ് നാഷണൽ പാർക്ക്. കസിറംഗ ആസാമിലാണ്. വൺ ഹോൺ റിനോസറസ്. അതേപോലെ ഓർത്ത് വെക്കേണ്ടതാണ് സ്നോ ലിയോപാർഡ് ലഡാക്കിൽ ഹെമിക്സ് ആണ്. നാഷണൽ പാർക്ക് ഹെമിക്സില് ലഡാക്കിലാണ് സ്നോ ലിയോപാർഡ് ആണ് ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ സൈലന്റ് വാലി കേരള ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. നമുക്ക് സൈലന്റ് വാലിയിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഇത് പറഞ്ഞ കാര്യങ്ങൾ. ലൊക്കേഷൻ പാലക്കാട്. എസ്റ്റാബ്ലിഷ് 1984 ആണ് നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. മൗണ്ടൻ റേഞ്ച് ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആണ്. നീലഗിരി ഹിൽസ് ആണ്. കുന്തിപ്പുഴയുണ്ട്, അറിയാലോ. റൈബുട്ടർ, ഭാരതപ്പുഴ. അതുപോലെ ഹൈ റെയിൻഫാൾ ആണ് ഇവിടെ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് സൈലന്റ് വാലി. അതേപോലെ ഫേമസ് ഫോർ നമ്മുടെ സിംഹവാലൻ കുരങ്ങ്, ലയൺ ടൈൽഡ് മക്കാക്യു. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള സെൽ ഓർഗനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽ ഓർഗൻ അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഒരു മിക്സ് മാച്ച്ഡ് പെയറിനെ ഇതിനകത്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. റൈബോസോം, മൈറ്റോകോൺഡ്രിയ, ഗോൾജി ബോഡി, ലൈസോസോം. അപ്പൊ നമുക്ക് ആദ്യം സെൽ ഓർഗൻസിനെ കുറിച്ചൊക്കെ നോക്കിയിട്ട് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് സെൽ ഓർഗൻസ്? സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ സെൽ ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. നമ്മൾ സെല്ലിനുള്ളിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ഓരോന്നിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. പ്രധാന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസും ഒന്ന് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസും. ഫസ്റ്റ് വൺ ന്യൂക്ലിയസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് ന്യൂക്ലിയസ്. ഡബിൾ മെംബ്രെയിൻ ആണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ. മെംബ്രെയിൻ ഡബിൾ മെംബ്രെയിൻ ആണ്. ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ പോർസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ന്യൂക്ലിയർ പോർ എന്ന് പറയും. കണ്ടെയ്ൻ ക്രോമാറ്റിൻ DNA. അതുപോലെ ന്യൂക്ലിയോലസ് പ്രസന്റ് ആണ്.
ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയോലസ് പ്രസന്റ് ആണ്. ഫംഗ്ഷൻ ദ കൺട്രോൾ സെന്റർ ഓഫ് ദി സെൽ. സെല്ലിന്റെ സെന്റർ കൺട്രോൾ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ന്യൂക്ലിയസ് ആണ്. സ്റ്റോറേജ്, ജനറ്റിക് മെറ്റീരിയൽ, സൈറ്റോ ട്രാൻസ്ക്രിപ്ഷൻ. സൈറ്റോ ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയോലസ് ആണ് എന്തുണ്ടാവുന്നത്? RNA സിന്തസിസ്. റൈബോസോമൽ RNA സിന്തസിസ് നടക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയോലസിലാണ്. അതേപോലെ റൈബോസോം ഫോർമേഷൻ നടക്കുന്നത് ന്യൂക്ലിയോലസിലാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണേ. RNA സിന്തസിസും റൈബോസോം ഫോർമേഷനും ന്യൂക്ലിയോലസിന്റെ ഉള്ളിലാണ്. അതേപോലെ ന്യൂക്ലിയസിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന കാര്യം ഓർത്ത് വെക്കുക. അടുത്തത് മൈറ്റോകോൺട്രിയ. ഡബിൾ മെംബ്രെയിൻ ആണ്. ഇവിടെയും ഡബിൾ മെംബ്രെയിൻ ആണ്. അതും ഓർത്ത് വെക്കുക. ന്യൂക്ലിയസ് ഡബിൾ മെംബ്രെയിൻ ആണ്. മൈറ്റോകോൺട്രിയ ഡബിൾ മെംബ്രെയിൻ ആണ് ഓർത്ത് വെക്കുക. ഇന്റർ മെംബ്രെയിൻ കണ്ടെയ്ൻ എന്താ നമ്മുടെ ഇങ്ങനെ ഒരു ഫോം ചെയ്യും. ഇതിനെ ക്രിസ്റ്റേ എന്ന് പറയും കേട്ടോ. ക്രിസ്റ്റേ. മാട്രിക്സ് കണ്ടെയ്ൻ RNA, DNA, റൈബോസൈം. ഇതിന്റെ ഉള്ളില് മാട്രിക്സ് ഉണ്ടല്ലോ, അതിലാണ് DNA, RNA, റൈബോസോമുകളൊക്കെ ഉണ്ടാവും. ATP പ്രൊഡക്ഷൻ. നമ്മുടെ പവർ ഹൗസ് ഓഫ് സെല്ലിന് അറിയപ്പെടുന്ന ആരാണ്? മൈറ്റോകോൺട്രിയ. ഇതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട. പവർ ഹൗസ് ഓഫ് സെൽ ആരാണ്? മൈറ്റോകോൺട്രിയ. സൈറ്റ് ഓഫ് TCA സൈക്കിൾ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ATPന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റൈബോസോം നോ മെംബ്രെയിൻസ് ആണ്. മെംബ്രെയിൻ ഇല്ലാത്ത ഒന്നാണ് റൈബോസോം. മേഡപ്പ് ഓഫ് rRNA ആൻഡ് പ്രോട്ടീൻ. റൈബോസോമൽ RNA പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രോകാരിയോട്ടിൽ 70X ഉം യൂകാരിയോട്ടിൽ 80S എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പ്രോട്ടീൻ സിന്തസിസ് മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. ഫ്രീ റൈബോസോം സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീൻസ്, അതേപോലെ അറ്റാച്ച്ഡ് റൈബോസോം സെക്രട്ടറി പ്രോട്ടീൻസ്. നിങ്ങളോട് സെൽ ഓർഗനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. സ്പെസിഫിക് ആയിട്ട് ആ സെൽ ഓർഗൻസിലെ ഫംഗ്ഷൻ, അതേപോലെ ഇപ്പൊ നമ്മൾ പവർ ഹൗസ് ഓഫ് സെൽ അറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ എന്നുള്ളത്, സൂയിസൈഡ് ബാഗ് എന്നറിയപ്പെടുന്ന സെല്ലിന്റെ സൂയിസൈഡ് ബാഗ് എന്നറിയപ്പെടുന്ന ലൈസോസോമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് അടുത്തായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. 2 ടൈപ്പ് ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. റഫില് റൈബോസോം എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അവരുടെ. സ്മൂത്തില് റൈബോസോം അറ്റാച്ച് ചെയ്ത് കാണത്തില്ല. റഫിന്റെ പ്രത്യേകിച്ച് പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ട്രാൻസ്പോർട്ട്. സ്മൂത്ത് എന്താ ചെയ്യുന്നത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിപ്പിഡ് സിന്തസിസ്, സ്റ്റിറോയ്ഡ് സിന്തസിസ്, അതേപോലെ ഡീടോക്സിഫിക്കേഷൻ. ലിവറിൽ ഡീടോക്സിഫിക്കേഷനും മസിൽ സെല്ലില് കാൽസ്യം സ്റ്റോറേജ്. ലൈസോസോമിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ സൂയിസൈഡ് ബാഗ് ഓഫ് സെല്ലാണ്. അതേപോലെ കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് എൻസൈം. ഒരു മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾ ആണ് ലൈസോസോം. ഓട്ടോഫേജിന്റെ കാര്യം ഓർത്തോ. ഓട്ടോഫേജി ചെയ്യുന്നുണ്ട്. ലൈസോസോമിന്റെ പ്രത്യേകതയാണ് ഓട്ടോഫേജി. വിഴുങ്ങ അല്ലെ, സ്റ്റേ പാർട്ടിക്കിൾ അതിനെ വിഴുങ്ങ. ഗോൾജി അപ്പാരറ്റസ് ആണ് അടുത്ത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലാറ്റൻഡ് സാക്ക് കോൾഡ് സിസ്റ്റനെ. ഫ്ലാറ്റനായിട്ട് കാണാൻ നമ്മൾ എന്ത് പറയും? ക്രിസ്റ്റനെ എന്ന് പറയും. സിസ്റ്റനെ. ഓക്കെ. ഫംഗ്ഷൻ മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ, പാക്കേജിംഗ് ആൻഡ് സെക്രീഷൻ ആണ് മറ്റൊരു ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ലൈസോസോം. നമ്മുടെ പ്രോട്ടീനെ മോഡിഫിക്കേഷൻ, പാക്കേജിംഗ്, അതുപോലെ സെക്രീഷൻ ഒക്കെ നടത്തുന്ന ആരാണ്? ഗോൾജി അപ്പറേറ്റസ് ആണ്. ലൈസോസോമിന്റെ ഫോർമേഷനും ഗോൾജി അപ്പറേറ്റസ് ആണ് ചെയ്യുന്നത്. ദെൻ ക്ലോറോപ്ലാസ്റ്റിന്റെ കാര്യം ഓർത്ത് വെക്കുക. പ്ലാന്റ്സിലാണ്. അറിയാം, ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണെന്നോ ഗ്രാന അല്ലെ തൈലക്കോയിഡിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന കാര്യം ഓർത്ത് വെക്കുക. ഫോട്ടോസിന്തസിസ് ആണ് മെയിൻ ഫംഗ്ഷൻ. അതിന് അതിൻ്റെതായ DNA ഉള്ള കാര്യം ഓർത്ത് വെക്കുക. ഡബിൾ മെംബ്രെയിൻ ഉള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത എന്താണ്? വാക്യൂൾ. വാക്യൂൾ ഫംഗ്ഷൻ സ്റ്റോറേജ് ആണ്. വാട്ടർ, ഫുഡ്, വേസ്റ്റ് ഒക്കെ സ്റ്റോറേജ് ചെയ്യുന്നതാണ് വാക്യൂൾ. മെയിൻറ്റെയിൻസ് ടെർഗർ പ്രഷർ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാട്ടോ പോയിന്റ് കാണുന്നത്. അടുത്താണ് പെറോക്സിസോം. ഫംഗ്ഷൻ ഡീടോക്സിഫിക്കേഷൻ ആണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. കറ്റാലൈസ് എൻസൈം സഹായത്തോടെയുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്, ഡീടോക്സിഫിക്കേഷൻ. അതേപോലെ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? പെറോക്സിസോമിലാണ്. ഓർത്ത് വെക്കണം, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ നടക്കുന്നത് പെറോക്സിസോമിലാണ്. ലാസ്റ്റ് വൺ സൈറ്റോസ്കെൽട്ടൻ. കമ്പോണന്റ് മൈക്രോ ട്യൂബിൾസ്, മൈക്രോ ഫിലമെന്റ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഒക്കെ കമ്പോണൻസ്. ഫംഗ്ഷൻ നമുക്ക് സെല്ലിന് ഷേപ്പ് കൊടുക്കുക, മൂവ്മെന്റ്, സെൽ ഡിവിഷൻ, ഇതിനൊക്കെയാണ് സഹായിക്കുന്നത്. പെറോക്സിസോമിന്റെ കാര്യം ഓർത്ത് വെക്കുക. ഫാറ്റി ആസിഡ് ഓക്സിഡേഷന് പ്രധാനമായിട്ട്, അതുപോലെ ഡീടോക്സിഫിക്കേഷന് ഓർത്ത് വെക്കണം. വാക്യൂള് സ്റ്റോറേജ് ആണ്. ഇനി നമുക്ക് വീണ്ടും ആ ക്വസ്റ്റിലേക്ക് ഒന്ന് പോയാലോ? നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ഏതാണ്? റൈബോസോം പ്രോട്ടീൻ സിന്തസിസ്. കറക്റ്റ് ആണല്ലേ? ഇത് ശരിയാണ്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് സെൽ. ഏതാണ്? എനർജി പ്രൊഡക്ഷൻ. അല്ലെ? ശരിയാണ്. ഗോൾജി അപ്പാരറ്റസ്.
ഗോൾജി അപ്പാരറ്റസ് നമ്മൾ എന്താ പറഞ്ഞത്? പാക്കേജിങ് ആൻഡ് സെക്രീഷൻ ഓഫ് പ്രോട്ടീൻ. നമ്മുടെ പ്രോട്ടീനെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആരാണ്? ഗോൾജി അപ്പാരറ്റസ് ആണ്. ലൈസോസോം എന്തായിരുന്നു? സൂയിസൈഡ് ഭാഗ് ഓഫ് സെല്ലാണ്. നമ്മുടെ ഡൈജഷനും ഡൈജസ്റ്റീവ് എൻസൈം കാണുന്നതാണ്. ഓട്ടോഫേജി ഒക്കെയാണ് ലൈസോസോം. പക്ഷെ ഇവിടെ പറയുന്നത് ഫുഡ് സ്റ്റോറേജ് എന്നാണ്. അതാരാ ചെയ്യുന്നത്? വാക്യൂൾ ആണല്ലേ ഇത് ചെയ്യുന്നത്. അപ്പം ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മൾ വളരെ 3-4 ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ഏരിയാസ് ആണ് ഇവര്. താങ്ക് യു ഓൾ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നമ്മൾ സെറ്റിന്റെ കുറച്ച് കോമൺ ജനറൽ ടോപ്പിക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാം. അക്കോർഡിംഗ് ടു ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, മിനിമം ടോട്ടൽ ഫാറ്റി മാറ്റർ വാല്യൂ റിക്വയർഡ് ഫോർ ഗ്രേഡ് 1 ടോയ്ലറ്റ് സോപ്പ് ഈസ് ഓപ്ഷൻ 85%, 76%, 68% ആൻഡ് 62%. അപ്പൊ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മിനിമം ടോട്ടൽ ഫാറ്റി മാറ്റർ, അതായത് TFM എന്നാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ ഫാറ്റി മാറ്റർ എത്രയാണ് ഗ്രേഡ് 1 ടോയ്ലറ്റ് സോപ്പിന് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. 85%, 76%, 68% ആണോ 72% ആണോ? അപ്പൊ നമുക്ക് എന്താ ആദ്യം ടോട്ടൽ ഫാറ്റി മാറ്റർ എന്താണെന്ന് നമുക്ക്. അപ്പം ടോട്ടൽ ഫാറ്റി മാറ്ററിനെ നമ്മൾ TFM എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയും. ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഫാറ്റി ആസിഡ് പ്രസന്റ് ഇൻ ദ സോപ്പ്. എത്രത്തോളം പെർസെന്റേജ് ഫാറ്റി ആസിഡ്സ് ആണ് ഒരു സോപ്പിനകത്ത് ഉള്ളത്. അപ്പൊ ആ ഒരു എമൗണ്ടിനെ, ആ ഒരു പെർസെന്റേജിനെയാണ് നമ്മൾ എന്താ TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. ഫാറ്റി ആസിഡ്സിന്റെ പെർസെന്റേജ്, ഒരു സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സിന്റെ പെർസെന്റേജിനെയാണ് നമ്മൾ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. കെമിക്കലി നമുക്കറിയാലോ, സോപ്പ് എന്ന് പറയുന്നത് സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ സോൾട്ട് ആണ്. സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ സോൾട്ടിനെ നമ്മൾ പറയുന്നതാണ് സോപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അതിന്റെ കൂടെ സോഡിയം പൊട്ടാസ്യം മാത്രമാണോ ഉള്ളത്? അല്ല, അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ട്, ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ഉണ്ട്. ഒരു ഓർഗാനിക് മോളിക്യൂൾ ആസിഡ്സുകൾ, അല്ലേ? അപ്പൊ ഫാറ്റി ആസിഡ്, ലോങ് ചെയിൻ ആയിട്ടുള്ള ഫാറ്റി ആസിഡും സോഡിയോ പൊട്ടാസ്യവും ചേർന്നിട്ടുള്ള എന്താ ഒരു സോൾട്ട് ആണ്. ആ സോൾട്ടിനെ നമുക്ക് പറയാം സോഡിയം സ്റ്റീറേറ്റ് എന്നോ, സോഡിയം സ്റ്റീറേറ്റ് അല്ലെങ്കിൽ സോഡിയം പാൽമിറ്റേറ്റ്. ഇതൊക്കെയാണ് സോഡിയം സാൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റീറിക് ആസിഡ് ആണ് ഒരു ഫാറ്റി ആസിഡ് എങ്കിൽ അതിന്റെ കൂടെ വരുന്ന സോഡിയം സാൾട്ട് നമ്മൾ സോഡിയം സ്റ്റീറേറ്റ് എന്ന് വിളിക്കും. പാൽമിറ്റിക് ആസിഡ് വരുന്നെങ്കിൽ സോഡിയം പാൽമിറ്റേറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ ഫാറ്റി ആസിഡ്സ് എല്ലാം തന്നെ എന്താ ക്ലീൻസിങ് ഏജന്റ് ആയിട്ട്, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലീൻസിങ് ഏജന്റ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ TFM എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് എത്രത്തോളം പെർസെന്റേജ് ഫാറ്റി ആസിഡ്സ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് സോപ്പിൽ, അതിനെയാണ് നമ്മൾ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സോപ്പിന്റെ ക്വാളിറ്റി പറയുന്നത് അതിന്റെ TFM റേഞ്ച് അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ലോവർ TFM എന്ന് പറഞ്ഞാൽ ആ ഒരു സോപ്പിന് TFM ലോ ആണെന്ന് വിചാരിക്കുക. TFM ലോ ആണെങ്കിൽ മോർ ഫില്ലേഴ്സ് അതിനകത്തുണ്ട്, ലോവർ ക്വാളിറ്റി ആണ്, മോർ സ്കിൻ പെട്ടെന്നല്ല ഡ്രൈ ആവും. അപ്പൊ നോക്കണേ, ലോവർ TFM എന്ന് പറയുന്നത് അതിനകത്ത് ഫില്ലറുകൾ ഒരു എക്സ്ട്രാ അഡൻസ് അതിനകത്ത് കാണും. അതുകൊണ്ട് തന്നെ അതിന് ക്വാളിറ്റി ഭയങ്കര ലോ ആയിരിക്കും, സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയി പോകും. ഇതാണ്. ഇനി ഹയർ TFM, അതായത് പെർസെന്റേജ് ഹൈ ആണെങ്കിൽ, ഹയർ TFM ആണ് അതിന്റെ അർത്ഥമെങ്കിൽ എന്താ, ആക്ച്വൽ സോപ്പ് കണ്ടന്റ്. കാരണം അതിനകത്ത് നല്ല അളവിൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പൊ സോപ്പിന് വേണ്ടത് അതാണ്, അല്ലെ? അപ്പൊ ബെറ്റർ ക്ലീൻസിങ് എബിലിറ്റി ആണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ലെസ്സർ ഫില്ലർ ആയിരിക്കും. അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന ഫില്ലർ കുറവായിരിക്കും. ഇപ്പൊ സ്റ്റാർച്ചോ ടാൾക്കോ സോഡിയം സിലിക്കേറ്റ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതിന്റെ ഡ്രൈയിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ TFM വാല്യൂ എപ്പോഴും ഹയർ ആണെങ്കിൽ അതൊരു നല്ല സോപ്പാന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നോക്കി, നമുക്ക് ഈ IBS, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ വെച്ച് പറയുവാണെങ്കിൽ, സ്റ്റാൻഡേർഡ് വെച്ച് പറയുവാണെങ്കിൽ, ഏകദേശം ഒരു സോപ്പിന്റെ, ടോയ്ലറ്റ് സോപ്പിന്റെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് ഗ്രേഡ് 1 ആണെങ്കിൽ, ഗ്രേഡ് 1 സോപ്പിന്റെ അതിനകത്തുള്ള TFM വാല്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് 76% ആണ്. ഓർക്കണേ, ഗ്രേഡ് 1 സോപ്പിന്റെ. ഇനി ഗ്രേഡ് 2 ആണെങ്കിലോ, ഗ്രേഡ് 2 സോപ്പ് ആണെങ്കിൽ അതിനകത്ത് 70% ടോട്ടൽ ഫാറ്റി മാറ്റർ ആണുള്ളത്. ഗ്രേഡ് 3 സോപ്പ് ആണെങ്കിൽ, അതിനകത്ത് 60% ടോട്ടൽ ഫാറ്റി മാറ്റർ ആണുള്ളത്.
സോ നമ്മളിപ്പം പറഞ്ഞ നമ്മുടെ ക്വസ്റ്റിനകത്ത് വന്നത് എന്തായിരുന്നു? ടോട്ടൽ ഒരു ഗ്രേഡ് 1 സോപ്പിന്റെ ടോട്ടൽ ഫാറ്റി മാറ്റർ TFM വാല്യൂ എത്രയാണ്? ഗ്രേഡ് 1 സോപ്പിന്റെ ടോട്ടൽ ഫാറ്റി മാറ്റർ എപ്പോഴും 76% ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ സോപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, സോപ്പ് എന്ന് പറയുന്നത് ഫാറ്റും ഫാറ്റി ആസിഡ്സും NaOH സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ്, അതായത് സോപ്പ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അപ്പൊ സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ ആ ഒരു TFM ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്ന അതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു ഫാറ്റി ആസിഡ്സിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ അതിനകത്ത് TFM വാല്യൂവിനെ കൊമേഴ്ഷ്യലി എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ഹൈ TFM സോപ്പ് എന്ന് പറയുന്നത് ഏകദേശം 76 തൊട്ട് 80% TFM വാല്യൂ ആയിരിക്കും അവർക്കുള്ളത്. അത് പ്രീമിയം ബാത്തിങ് ബാസ്, കുറച്ചും കൂടെ നല്ല ബാത്തിങ് ബാസിന്റെ ഒക്കെ ഒരു TFM വാല്യൂ നമ്മൾ ആ കവർ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 76 to 80% വരുന്നത്. ഇനിയിപ്പോ മീഡിയം TFM ആണ്, റെഗുലർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാത്തിങ് സോപ്പ് ആണെങ്കിൽ 70%. നമ്മൾ നോർമലി കുറച്ച് പൈസ കുറഞ്ഞൊക്കെയാണെങ്കിൽ അതിന്റെ TFM വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 70% ആയിരിക്കും. ലോ TFM വാല്യൂ ഉള്ളതുണ്ട്, എക്കണോമിക് സോപ്പ് ആയിട്ടുള്ളത്, അത് ഏകദേശം 60%-നെയൊക്കെ കുറവായിരിക്കും ഉള്ളത്. ഓക്കെ, ഡിറ്റർജന്റ് ബാസിനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തുണി കഴുകുന്ന ബാസിനൊക്കെ കുറച്ചും വ്യത്യസ്തമായിരിക്കും അവരുടെ ഫാറ്റി മാറ്റർ TFM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി തോന്നുന്നു. ഗ്രേഡ് 1 എന്ന് പറയുന്നത് 76% ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ആസ്ട്രോണമി. പെർഹീലിയോൺ ഈസ് ദ പോയിന്റ് ഇൻ എ പ്ലാനറ്റ് ഓർബിറ്റ് വെൻ ഇറ്റ് ഈസ് ദ ഫർദസ്റ്റ് ഫ്രം ദ സൺ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ഹീലിയൺ ഈസ് ദ പോയിന്റ് ഇൻ ആൻ ഓർബിറ്റ് വേർ ദ ഒബ്ജക്ട് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. മൂന്നാമത്തെ എന്ന് പറയുന്നത് സൂപ്പർ സൺ റെഫേഴ്സ് ടു ദ സൺ വെൻ ഇറ്റ് ഈസ് ആൻ അപ്ഹീലിയൻ. നാലാമത്തെ എന്ന് പറഞ്ഞാൽ പെരിഹീലിയോൺ ഒക്കേഴ്സ് ഇൻ ഏർലി ജൂലൈ. അപ്പൊ നാല് സ്റ്റേറ്റ്മെന്റ് അവൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആസ്ട്രോണമിയിൽ പറയുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആസ്ട്രോണമിക്കലി പറയുന്നതിനകത്ത് ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? 1 and 2 ആണോ, 1 and 3 മാത്രമാണോ തെറ്റായിട്ടുള്ളത്, 2ഉം 3ഉം തെറ്റാണോ, അതോ ഇത് 4ഉം തെറ്റാണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് പെരിഹീലിയൺ അല്ലെങ്കിൽ അപ്ഹീലിയൺ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ പെരിഹീലിയനകത്ത് പെരി എന്ന് പറയുന്നത് നിയർ, അടുത്തത് എന്നാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ ഹീലിയോസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഹീലിയൺ എന്ന് പറയുന്ന ആ ഒരു പെരിഹീലിയൻ എന്ന വാക്കിന്റെ ഹീലിയോൺ ഉണ്ടായത്. അപ്പൊ ഈ ഹീലിയോസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ സൺ എന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹീലിയോസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത്. അപ്പം പെരിഹീലിയോൺ എന്ന് പറയുന്നത് എ പോയിന്റ് വേർ ദ പ്ലാനറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് നമ്മുടെ പ്ലാനറ്റ് എത്തി നിൽക്കുന്ന ടൈമിനെ നമ്മൾ വിളിക്കുന്നതാണ് പെരിഹീലിയോൺ എന്ന് വിളിക്കുന്നത്. പെരിഹീലിയൺ ഈസ് ദ പോയിന്റ് വേർ ദ പ്ലാനറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. അതായത് സണ്ണിനോട് എത്രത്തോളം അടുത്താണ് ആ ഒരു പോയിന്റിനെ, ആ ഒരു മൊമെന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് പെരിഹീലിയൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ അപ്ഹീലിയൺ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? അപ്ഹീലിയൺ എന്ന് പറയുന്ന അപ്പോ എന്ന് പറയുന്ന എബേ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നുണ്ടായിരിക്കും. ഹീലിയൺ എന്ന് പറഞ്ഞാൽ സണ്ണ്. അപ്പൊ സണ്ണിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ആ ഒരു പോയിന്റിനെ പറയുന്നതാണ് അപ്ഹീലിയൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പെരിഹീലിയൻ ഈസ് ദ പോയിന്റ് ഇൻ എ പ്ലാനറ്റ് ഓർബിറ്റ് വെൻ ഇറ്റ് ഈസ് ഫാർദസ്റ്റ് ഫ്രം ദ സൺ. സണ്ണിൽ നിന്ന് ഫാർദസ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് പെരിഹീലിയൻ എന്നാണ് പറഞ്ഞേക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ്. തെറ്റല്ലേ? പെരി എന്ന് പറയുന്നത് നിയറസ്റ്റ് ആ, ഹീലിയൻ എന്ന് പറയുന്നത് സണ്ണ, സണ്ണിന്റെ ഏറ്റവും നിയറസ്റ്റ് അല്ലേ പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മീൻസ് അപ്ഹീലിയൻ ആണ് ഫാർദസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുവായിരുന്നു? അപ്ഹീലിയൻ ഈസ് ദ പോയിന്റ് ഇൻ ആൻ ഓർബിറ്റ് വേർ ദ ഒബ്ജക്ട് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ. അതും തെറ്റല്ലേ? അപ്ഹീലിയൻ എന്ന് പറയുന്നത് ഫാർദസ്റ്റ് ആയിട്ടുള്ള പോയിന്റാ, പെരിഹീലിയൻ ആണ് നിയറസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റും. അപ്പൊ 1ഉം 2ഉം തെറ്റാണ് അല്ലെ, റിവേഴ്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി അടുത്ത നോക്കണേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് 4 നമുക്ക് ഈ പെരിഹീലിയനും അപ്ഹീലിയൻ വെച്ചുള്ള സ്റ്റേറ്റ്മെന്റ് 4 എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 3 പോവാം. അപ്പൊ അത് നോക്കി, സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത് വെച്ചാൽ പെരിഹീലിയൻ ഒക്കേഴ്സ് ഇൻ ഏർലി ജൂലൈയുടെ ആദ്യത്തെ ആഴ്ചകളിലാണ് പെരിഹീലിയൻ, അതായത് എർത്ത് സണ്ണിനോട് ഏറ്റവും അടുത്തെത്തുന്നത്.
ആ ടൈമിലാണെന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർക്കണേ, പെരിഹീലിയൺ ഏകദേശം നടക്കുന്നതെന്ന് പറയുന്നത് ജനുവരി. കാരണം ഏറ്റവും കൂടുതൽ എർത്ത് സണ്ണിന്റെ അടുത്തോട്ട് എത്തുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ജനുവരി 3 തൊട്ട് 5 ആ ഡേറ്റിലായിരിക്കും. എല്ലാ വർഷവും ആ ഒരു ടൈമിനുള്ളിലായിരിക്കും പെരിഹീലിയൺ നടക്കുന്നത്. അപ്ഹീലിയൺ എന്ന് പറയുന്നതാണ് ജൂലൈ 4. അപ്ഹീലിയൺ എന്ന് പറഞ്ഞാൽ ഫാർദസ്റ്റ് ആയിട്ട് പോകുന്ന, സണ്ണിൽ നിന്ന് ഏറ്റവും ദൂരെ പോകുന്ന ആ ഒരു എർത്ത് ഏറ്റവും ദൂരെ പോകുന്ന ടൈമാണ് ജൂലൈ 4 എന്ന് പറയുന്നത്. അപ്പൊ പെരിഹീലിയൺ എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് ഇൻ എർലി ജൂലൈ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കണേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് സൂപ്പർ സൺ റെഫേഴ്സ് ടു ദ സൺ വെൻ ഇറ്റ് ഈസ് അറ്റ് അപ്ഹീലിയൺ. അപ്ഹീലിയൺ എന്ന് പറയുന്ന ടൈമിലുള്ള സണ്ണിനെ, അത്രയും ദൂരെ ഇരിക്കുന്ന സണ്ണിനെയാണ് നമ്മൾ സൂപ്പർ സൺ എന്ന് പറഞ്ഞേക്കുന്നതെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കണേ, നമ്മൾ ആക്ച്വലി സൂപ്പർ സൺ എന്ന് പറയുന്ന ഒരു വേർഡ് സാധാരണ യൂസ് ചെയ്യത്തില്ല ഫിസിക്സിൽ. അപ്പൊ നോക്കണേ, ഇതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആസ്ട്രോഫിസിക്സിൽ സൂപ്പർ അല്ലെങ്കിൽ ഒന്നും അപ്ഹീലിയനുമായിട്ട് ബന്ധപ്പെട്ട് പറയാറില്ല. എർത്ത് എന്ന് പറയുന്നത് ഫാർദസ്റ്റ് ആയിട്ട്, സണ്ണിൽ നിന്ന് ഫാർദസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ അപ്ഹീലിയൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ, സോളാർ റേഡിയേഷൻ, അതായത് സൺലൈറ്റ് ഏറ്റവും കുറവായിട്ട് എത്തുന്ന മൊമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ അപ്ഹീലിയൺ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ ഫാറസ്റ്റ് പോയിന്റിനെ നമ്മൾ പറയുന്നതാണ്. അല്ല സൂപ്പർ സൺ എന്നൊന്നും ആ ടൈമിൽ സണ്ണിനെ നമ്മൾ വിളിക്കാറില്ല. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകളും തെറ്റായിരുന്നു. ഓൾ ഓഫ് ദ എബോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അപ്പൊ നോക്കി, 4 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണല്ലോ കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് വൈറ്റമിൻസുകളാണ്. വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വൈറ്റമിൻ B9, വൈറ്റമിൻ ഡി. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് ഫോളിക് ആസിഡ്, കാൽസിഫെറോൾ, അസ്കോർബിക് ആസിഡ്, റെറ്റിനോൾ. അപ്പൊ ഈ പേര് നമുക്കറിയാം, നമുക്ക് ഇതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ വൈറ്റമിൻ എയുടെ വേറൊരു കെമിക്കൽ നെയിം ആണ്, വൈറ്റമിൻ ബിയുടെ വേറൊരു B9ന്റെ വേറൊരു കെമിക്കൽ നെയിം, വൈറ്റമിൻ B12ന്റെ വേറൊരു നെയിം, വൈറ്റമിൻ ഡിയുടെ വേറൊരു നെയിം ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ അതിന്റെ ചേരുംപടി ചേർക്കുക, അതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. വൈറ്റമിൻ സി എ നമ്മൾ വിളിക്കുന്നതാണ്, ഇത് നമുക്ക് നോർമലി അറിയാവുന്നതാണ്, അസ്കോർബിക് ആസിഡ്. അപ്പൊ നോക്കിയേ, വിറ്റാമിൻ സി എ നമ്മൾ വിളിക്കുന്നതാണ് അസ്കോർബിക് ആസിഡ്. കെമിക്കലി ഇത് എൽ അസ്കോർബിക് ആസിഡ് ആണ് കേട്ടോ. എൽ അസ്കോർബിക് ആസിഡ്, എൽ എന്ന് പറഞ്ഞാൽ ലീവോ റൊട്ടേറ്ററി ആണ് അല്ലെ. എൽ അസ്കോർബിക് ആസിഡ്. ഇതൊരു വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. ഇത് ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നോക്കി, ഇതിനകത്ത് അസ്കോർബിക് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് സ്കർവി എന്ന് പറയുന്ന ഒരു മീനിങ്ങിൽ നിന്നാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ സ്കർവി എന്ന് പറയുന്ന ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് നമ്മൾ അസ്കോർബിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇനി വിറ്റാമിൻ എ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മളിപ്പോ സ്കിന്നിനൊക്കെ ട്രീറ്റ്മെന്റ് നമ്മളെ ക്രീം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റെറ്റിനോൾസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. വിറ്റാമിൻ എ കൂട്ടി കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതാവുന്നത്. അപ്പൊ നോക്കി, റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എ വിളിക്കുന്നത്. റെറ്റിനോൾ വിറ്റാമിൻ എയുടെ വേറൊരു പേരാണ്, കെമിക്കൽ നെയിം ആണ് റെറ്റിനോൾ. വിറ്റാമിൻ എ ഒരു ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ആണ്. ആക്റ്റീവ് എന്ന് വെച്ചാൽ റെറ്റിനോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് ഫോം ആണ് കേട്ടോ. ആൽക്കഹോളിക് ഫോം ആയിട്ടുള്ള ഒരു കെമിക്കലാണ്, വിറ്റാമിൻ എ ആണ്. അതിന്റെ വിറ്റാമിൻ എയുടെ പേരാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന്റെ വിഷനൊക്കെ നമുക്ക് റെറ്റിനോൾ ആവശ്യമാണ്. ഈ റെറ്റിനാൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഓപ്സിനുമായിട്ട് ചേർന്ന് റോഡോപ്സിൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് കാണാനൊക്കെ പറ്റുന്നത്. നമുക്ക് പഠിച്ചിട്ടുള്ളതാണത്. അടുത്തത് വിറ്റാമിൻ B9. വിറ്റാമിൻ B9 നമ്മൾ വിളിക്കുന്നത് ഫോളിക് ആസിഡ് എന്നാണ്. ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9 നമ്മുടെ വേറൊരു പേരാണ് ഫോളിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ DNA സിന്തസിസിനും സെൽ ഡിവിഷനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ B9 എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു അനീമിക് ഡിസീസ് ഉണ്ടാക്കാറുണ്ട്. ഇത് ഫോളിയോ എന്ന് പറയുന്ന, അതായത് ലീഫ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഫോളിയം എന്ന വേർഡിൽ നിന്നാണ് ഫോളിക് ആസിഡ് ഉണ്ടാവുന്നത്. ഇതിനെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുന്നത് ലീഫി വെജിറ്റബിളുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ലീഫ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഫോളിക് ആസിഡ് വിറ്റാമിൻ B9ന്റെ കെമിക്കൽ നെയിം ആവുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിറ്റാമിൻ ഡി. വൈറ്റമിൻ ഡിയെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ്, അതിന്റെ കെമിക്കൽ നെയിം ആണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി
D2 D3 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിനെ നമ്മൾ കാൽസിഫെറോൾ എന്നാണ് വിളിക്കുന്നത്. ഇത് കാൽസ്യത്തിനെ ഫോസ്ഫറസിനെ മെറ്റാബോളിക്കലി എന്താ റെഗുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ എമൗണ്ടിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. ഇതൊരു ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. ഇത് നമ്മൾ സ്കിന്നിലെ യു വി റേഡിയേഷൻ വരുമ്പോഴാണ് ഈ വിറ്റാമിൻ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷനുകൾ നോക്കി. വിറ്റാമിൻ സി നെയിം നമ്മൾ കണ്ടു, അസ്കോർബിക് ആസിഡ്. അപ്പൊ എ എന്ന് പറയുന്ന ആള് A3 ആയിട്ടാ ജോയിൻ ആവുന്നത് അല്ലേ. വിറ്റാമിൻ ബി എന്ന് പറയുന്നത് ബി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. സോറി, വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മൾ നോക്കി, റെറ്റിനോൾ. അത് ഓപ്ഷൻ 4 ആണ്. വിറ്റാമിൻ B9 എന്ന് പറയുന്നത് ഫോളിക് ആസിഡ്, അതായത് ഓപ്ഷൻ 1. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഓപ്ഷൻ 1, എ ബി ഓപ്ഷൻ. ഇനി ഇത് സി ഓപ്ഷൻ. ഡി ഓപ്ഷൻ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ 2. അപ്പം A3 B4 C1 D2. അങ്ങനെ അതാണല്ലോ കറക്റ്റ് ഓപ്ഷൻ. അപ്പം അത് നോക്കി കണ്ടുപിടിച്ചോളാം. ഇനി അടുത്ത വിറ്റാമിൻസുകളും അതിന്റെ ബാക്കി നെയിമുകളും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. വിറ്റാമിൻ കെ, അതുപോലെ തന്നെ വൈറ്റമിൻ B12, കൊബാളമീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ആർ മൂവിംഗ് വിത്ത് ദ സെയിം കൈനറ്റിക് എനർജീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് their increasing velocities? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ. 4 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് സെയിം കൈനറ്റിക് എനർജിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് പറയുന്ന അവരുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ അവരുടെ. അപ്പൊ നോക്കി, ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഹാഫ് mE², അല്ലേ. ഹാഫ് mE². കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കിളിനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ന്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2KE/m. 2KE/m. റൂട്ട് ഓഫ് 2KE/m എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കണേ, വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മാസ്. സോ ഹെവിയർ പാർട്ടിക്കിൾ, ഇവിടെ നോക്കിയ വെലോസിറ്റി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് മാസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ബി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ ഹെവിയർ പാർട്ടിക്കിൾ ആകുമ്പോൾ സ്മാളർ വെലോസിറ്റി ആയിരിക്കും, ലൈറ്റർ പാർട്ടിക്കിൾ ആകുമ്പോൾ ലാർജർ വെലോസിറ്റി ആയിരിക്കും. സോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ മാസും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിന്റെ മാസ്, പ്രോട്ടോണിന്റെ മാസ്, ന്യൂട്രോണിന്റെ മാസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ് മാസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം 9.11 × 10⁻31 കിലോഗ്രാം. അതുകൊണ്ടാണ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻27 കിലോഗ്രാം. ന്യൂട്രോണിന്റെ മാസ് എത്രയാ? ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.675 × 10⁻27 കിലോഗ്രാം. ഏകദേശം ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് ഏകദേശം സിമിലർ ആണ്. അപ്പൊ അതിനെക്കാട്ടി ഹെവിയർ ആണ് ഇലക്ട്രോണിന്റെ മാസ്, അല്ലേ. അതിനെക്കാട്ടി ഹെവിയർ ആയിരിക്കും ആൽഫ പാർട്ടിക്കിൾ. കാരണം നമുക്കറിയാം ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഹീലിയത്തിന്റെ ന്യൂക്ലിയസിനോടാ ഹീലിയത്തിന്റെ ന്യൂക്ലിയസ് വെച്ചിട്ട് നമ്മൾ ഒരു ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ പറയുന്നത്, അല്ലെ. ഹീലിയത്തിന്റെ ന്യൂക്ലിയസിനകത്ത് എത്രയൊക്കെയുണ്ട്? 2. അതിന്റെ അറ്റോമിക് നമ്പർ 2 ഇല്ലേ. അതായത് 2 പ്രോട്ടോൺ ഉണ്ട് അതിനകത്ത്. അതിന്റെ മാസ് നമ്പർ 4. അതായത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ചേർന്നതാണ് ഒരു ഹീലിയം. അപ്പം ഒരു ന്യൂട്രോണിനെക്കാട്ടി 2 ന്യൂട്രോൺ ഉണ്ട് അവിടെ, 2 പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ ആൽഫ പാർട്ടിക്കിൾ ആയിരിക്കും ഇതിലെ കൂടുതലായിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ളത്. സോ ഏറ്റവും ഹെവിയർ ആയിട്ടുള്ളത് ആൽഫ പാർട്ടിക്കിൾ ആയിരിക്കും, അല്ലേ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, അത് കഴിഞ്ഞിട്ട് ന്യൂട്രോൺ ആണ്, പിന്നെ പ്രോട്ടോൺ ആണ്. സോ ഏറ്റവും കുറവ് മാസം ഉള്ളത് ഇലക്ട്രോൺ ആണ്. കാരണം 10⁻31 ആണ് ഇലക്ട്രോണിന്റെ മാസ് വരുന്നത്. 10⁻27 ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് വരുന്നുള്ളൂ. സോ അത്രയും ചെറുതാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരുടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ വെലോസിറ്റി ഏറ്റവും കൂടുതലുള്ള ഇലക്ട്രോൺ ആണ്, അത് കഴിഞ്ഞ് പ്രോട്ടോണിന്, ന്യൂട്രോണിന്, ആൽഫ പാർട്ടിക്കിളിന്. സോ ഹെവിയസ്റ്റ് ആയിട്ടുള്ളതിനായിരിക്കും ഏറ്റവും വെലോസിറ്റി കൂടുതൽ, അത് ഏറ്റവും വെലോസിറ്റി കുറവ്, അത് ഏറ്റവും സ്ലോവസ്റ്റ് ആയിരിക്കും. ഏറ്റവും വെയിറ്റ് കുറവുള്ളത് ലൈറ്റസ്റ്റ് ആയിരിക്കും, അത് ഫാസ്റ്റസ്റ്റ് ആയിരിക്കും. സോ ഇൻക്രീസിങ് വെലോസിറ്റി എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിളിനാണ് ഏറ്റവും കുറവ് വെലോസിറ്റി ഉള്ളത്. അത് കഴിഞ്ഞ് ന്യൂട്രോണിന്, അത് കഴിഞ്ഞ് പ്രോട്ടോണിന്, ഏറ്റവും കൂടുതൽ വെലോസിറ്റി കൂടുതലായിട്ടുള്ള ഇലക്ട്രോണിനാണ്.
അപ്പൊ ആൽഫ പാർട്ടിക്കിൾ ആണ് ആദ്യം വരുന്നത്, പിന്നെ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. ആ ഓപ്ഷൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആൻഡ് ഡാഷ് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഓപ്ഷൻസ് നോക്കി: സീഷ്യം, ഫ്ലൂറിൻ, ബെർലിയം, കാർബൺ, മഗ്നീഷ്യം, ക്ലോറിൻ, ഫ്ലൂറിൻ, ഫ്രാൻസിയം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറവും ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള പീരിയോഡിക് ടേബിളിൽ കാണപ്പെടുന്ന എലമെന്റുകൾ ഏതാണെന്നാ. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കോവാലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ 2 ആറ്റം തമ്മിൽ കമ്പൈൻ ചെയ്ത് അവിടെ ഒരു ബോണ്ട് ഉണ്ടാവും. ആ ബോണ്ട് ഉണ്ടാവുന്ന സമയത്ത് അവർ തമ്മിൽ ഈക്വലി ഷെയർ ചെയ്തേക്കുവാണെങ്കിൽ നമ്മൾ ആ ബോണ്ടിനെ കൊവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഈ കൊവാലന്റ് ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ ആ ഇലക്ട്രോൺ ആ ബോണ്ടിന് സെയിം ആയിട്ടായിരിക്കുന്ന 2 ആറ്റത്തിനും ഈക്വൽ ആയിട്ടായിരിക്കും ആ ഇലക്ട്രോണുകൾ വരുന്നത്. എന്നാൽ ചില എലമെന്റുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ ചില എലമെന്റുകളിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പറയും, ചില എലമെന്റുകൾക്ക് അവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്, ആറ്റം ഉണ്ട്, ആറ്റത്തിന് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ടെന്ന് നമുക്കറിയാം. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ട്. പ്രോട്ടോണ്, ആ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോണുകൾ അതേ ശക്തിയിൽ അവർ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. ആ ശക്തിയെ നമ്മൾ വിളിക്കുന്നതാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഇവർ അത്രത്തോളം ശക്തിയിൽ ഇലക്ട്രോണെ പിടിച്ചു വലിച്ച് വെച്ചേക്കും. അപ്പൊ ഹയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ എല്ലാ പ്രത്യേകതകൾക്കും അവർ മാറാറുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ അറ്റോമിക് സൈസ് കുറയും. കാരണം ഇലക്ട്രോണെ പിടിച്ചു വലിച്ചു വെക്കുമ്പോഴത്തേക്ക് അവരുടെ ഓർബിറ്റലുകളെല്ലാം, ഷെല്ലുകളെല്ലാം കൂടെ എന്താ കൺട്രാക്ട് ചെയ്യും. കുറച്ചും കൂടെ ഷെല്ല് ഷ്രിങ്ക് ആവും, ഷെല്ലിന്റെ സൈസ് കുറയും, അറ്റോമിക് സൈസ് കുറയും. അപ്പൊ ന്യൂക്ലിയസിന്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ന്യൂക്ലിയസിന്റെ ശക്തി കൂടുമ്പോൾ അവരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോണിനെ തന്റെ അടുത്തോട്ട് അടുപ്പിച്ചു വെക്കാനുള്ള കഴിവ് ഭയങ്കര കൂടുതലായിരിക്കും. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഭയങ്കര ഹയർ ആയിരിക്കും. ഇനി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാ കൂടുന്നതെന്ന് പറഞ്ഞാൽ, പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ലിഥിയം തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഫ്ലൂറിന്റെ കേസിൽ ലിഥിയം കഴിഞ്ഞ് നമ്മളിപ്പോ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ വരുന്ന ഫ്ലൂറിനടുത്ത് എത്തുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് പോകുന്നതോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഹയർ ആവും. അപ്പൊ അവർ കുറച്ചും കൂടെ ശക്തിക്ക് ഇലക്ട്രോണുകളെ പിടിച്ചു വെക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താ? പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഫ്ലൂറിന്റെ കേസ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഹയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും. ഹയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണെങ്കിൽ അവർക്ക് അറ്റോമിക് സൈസ് ഭയങ്കര കുറവായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, അയണൈസേഷൻ എൻതാൽപ്പി ഭയങ്കര കൂടുതലായിരിക്കും. എല്ലാ പ്രത്യേകതകളും മാറാറുണ്ട്. അപ്പം ഫ്ലൂറിനാണ് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഏറ്റവും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണ്. നമ്മൾ നോബിൾ ഗ്യാസിന്റെ കേസ് പറയുന്നില്ല. നോബിൾ ഗ്യാസിന്റെ കേസ് പറയാത്തതെന്ന് പറയുന്നത് അവര് ഓൾറെഡി ഫിൽഡ് ആണ്, അവര് അത്ര മോളിക്യൂൾസിനെ ഉണ്ടാക്കത്തില്ല, സ്റ്റേബിൾ ആണ്. സോ ഫ്ലൂറിനാണ് കുറച്ചും കൂടെ റിയാക്റ്റീവ് ആയിട്ടുള്ള, അതിനാണ് ഹയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന ടെൻഡൻസി ഓഫ് ആറ്റം ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺ ടുവാർഡ്സ് ഇറ്റ്സെൽഫ് ഇൻ എ കെമിക്കൽ ബോണ്ട്. ഒരു കെമിക്കൽ ബോണ്ടിലുള്ള എന്താ ഇലക്ട്രോണുകളെ അതിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ഡിക്രീസ് ചെയ്യും. കാരണം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുക താഴോട്ട് പോകും തോറും. അറ്റോമിക് സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തിരിക്കുന്ന ഇലക്ട്രോണെ കാണാനുള്ള ഇത് കുറയുക. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, സ്ക്രീനിങ് എഫക്ട് ഭയങ്കരമായിട്ട് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡൗൺ എ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്രോസ് എ പീരീഡ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എക്രോസ് എ പീരീഡ് എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, താഴോട്ട് പോകുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും റൈറ്റിലിരിക്കുന്ന ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ആൾക്കാരാണ് എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. നമ്മൾ താഴോട്ട് പോകുന്നതോറും ഫ്രാൻസിയം ആണ് ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഫ്രാൻസിയം ഒരു റേഡിയാക്റ്റീവ് എലമെന്റ് ആയതുകൊണ്ട് നമ്മൾ അത്രത്തോളം കൺസിഡർ ചെയ്യത്തില്ല. അങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സീസിയം ആണ് ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ദ ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഡാഷ് ഈസ് ദ ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഫ്രാൻസിയം വരാം, ഓപ്ഷനിൽ ഫ്രാൻസിയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീഷ്യം വരാം. ഇവരെ കൊണ്ടാണ് ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിയം ഉള്ള ആദ്യത്തെ ഡാഷാ ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഡാഷിൽ അപ്പൊ എന്താ വരേണ്ടത്? ഫ്രാൻസിയോ സീഷ്യോ. അപ്പൊ ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ ഫ്രാൻസിയം പറഞ്ഞിട്ടില്ല. അപ്പൊ സീഷ്യോ ഉള്ള ഓപ്ഷൻ ആയിരിക്കത്തില്ലേ കറക്റ്റ് വരുന്നത്?
സീഷ്യോട് ഓപ്ഷൻ കറക്റ്റ് വരുന്നത്. രണ്ടാമത് വരുന്നത് ഫ്ലൂറിൻ. ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിൻ ആയിരിക്കും. Astronomers have made a puzzling discovery detecting a rare and incredibly high energy particle named Dash falling to Earth. It is named after the Japanese sun goddess and causing confusion as it appears to originate from an apparently empty region of space. Amaterasu, Crab Nebula, Pulsars, Muon. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ആസ്ട്രോണമേഴ്സ് ഒരു പസിലിംഗ് ഡിസ്കവറി എന്ന് വെച്ചാൽ ഒരു ന്യൂ ഡിസ്കവറി കണ്ടുപിടിച്ചു, ഒരു പുതിയതായിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ചു ആസ്ട്രോണമേഴ്സ്. അവരെന്താ പറയുന്നത്? അവരാണെങ്കിൽ ഒരു റയർ ആയിട്ടുള്ള ഒരു ഹൈ എനർജി പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്തു. ഓക്കെ, ഹൈ എനർജി ഒരു പാർട്ടിക്കിള് നമ്മുടെ എർത്തിൽ ഭൂമിയിൽ വന്ന് വീഴുന്നതായിട്ട് അവർ കണ്ടുപിടിച്ചു. ഇതിനെ അവര് ഒരു ജപ്പാനീസ് സൺ ഗോഡസിന്റെ പേരാണ് ഈ പാർട്ടിക്കിളിന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇത് സ്പേസിൽ നിന്ന് വരുന്ന ആ പാർട്ടിക്കിൾ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. 4 കാര്യം ഓപ്ഷൻ തന്നിട്ടുണ്ട്: അമറ്ററാസു, ക്രാബ് നെബൂള, പൾസേഴ്സ്, മിയോൺ. അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്കറിയാം എല്ലാം ഈ യൂണിവേഴ്സിലുള്ള എല്ലാം തന്നെ ആറ്റം കൊണ്ട് നിർമ്മിതമാണ് അല്ലെ. ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോണുകളുണ്ട്. ഇതിനെല്ലാം നമ്മൾ പാർട്ടിക്കിൾ എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം നമ്മൾ എന്താ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ പാർട്ടിക്കിൾസ് എന്താണ്, വേവ് നേച്ചർ എന്താണ്, പാർട്ടിക്കിൾ നേച്ചർ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പൊ ഇവരെ എല്ലാം തന്നെ പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ? ഒരു യൂണിറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു സ്മാൾ മാറ്റർ ഓഫ് എനർജി ഊർജം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു സ്മാൾ യൂണിറ്റ് ആണ് ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സ്പേസ് എന്ന് പറയുന്നത് എം ടി അല്ല. അവിടെ ഒരുപാട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഉണ്ട്. ഹൈ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ വൈറ്റ് മാറ്ററുകളെന്നും ഡാർക്ക് മാറ്ററുകളെന്നും പറയാറുണ്ട് അല്ലെ. പക്ഷെ ഇതിനകത്ത് ഒരുപാട് പലതരം പാർട്ടിക്കിൾ ഉണ്ട്. ഈ ഓരോ പാർട്ടിക്കിളും ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്ത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വന്ന് വീഴാറുണ്ട്. ഈ പാർട്ടിക്കിൾ അടങ്ങുന്ന ആ കണങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ ഒരു റേയെ നമ്മൾ വിളിക്കുന്നത്, ആ ലൈറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് കോസ്മിക് റേ എന്ന് വിളിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കോസ്മിക് റേസ് എന്നാണ് വിളിക്കുന്നത്. ഈ കോസ്മിക് റേസ് നമ്മുടെ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ വന്ന് നമ്മുടെ എയറുമായിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ കുറെ അധികം സെക്കൻഡറി പാർട്ടിക്കിളിനെ ഉണ്ടാക്കാറുണ്ട്. 2023 ഓർത്തോണെ 2023 സയന്റിസ്റ്റ് ഒരു എക്സ്ട്രാ എനർജറ്റിക് ആയിട്ട് നല്ല ഹൈ എനർജി ഉള്ള ഒരു കോസ്മിക് റേയെ ഡിറ്റക്ട് ചെയ്തു. ഇതിന് ഇതുവരെ കണ്ടുപിടിച്ചതിലുള്ളത് വെച്ച് ഹൈ എനർജി പാർട്ടിക്കിൾ അതിനകത്തുള്ളത്. നമ്മള് ഹ്യൂമൻ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിക്കിളിനെ കാട്ടി ഹയർ എനർജിയാണ് ഈ വന്ന് വീണ പാർട്ടിക്കിളിൽ നിന്ന് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. ഇവര് ഇതിനൊരു പേര് കൊടുത്തു. ആ പേരെന്ന് പറയുന്നത് അമറ്ററാസു പാർട്ടിക്കിൾ എന്ന് അവരെന്നെ വിളിച്ചത്. ഈ അമറ്ററാസു എന്ന് പറയുന്ന ഒരു ജപ്പാനിലെ ഒരു സൂര്യ ഭഗവാനെ അല്ലെങ്കിൽ സൂര്യദേവതയെ അവർ വിളിക്കുന്നതാണ് അമറ്ററാസു എന്ന് വിളിക്കുന്നത്. ആ ഒരു നെയിമാണ് അവർ ആ പാർട്ടിക്കിളിന് കൊടുത്തത്. അപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ സ്പേസില് ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട്, ഒരുപാട് സ്റ്റാർസ് ഉണ്ട്, ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് നിന്നൊക്കെ ഈ ഒരു പാർട്ടിക്കിൾ എവിടെ നിന്ന് വരുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോസ്മിക് റേസ് നമ്മുടെ എർത്തിൽ വരുന്നുണ്ട്. അതിനെ അവർ അമറ്ററാസു എന്ന് പേര് കൊടുത്തു. ഇനി ഓപ്ഷൻ ബി, അതിനകത്ത് നമുക്ക് ക്രാബ് നെബുള എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നില്ലേ. ക്രാബ് നെബുള എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്പേസിൽ കാണപ്പെടുന്ന ലാർജ് ക്ലൗഡ് ഓഫ് ഗ്യാസിനെ, സ്റ്റാർസിന്റെ ഒക്കെ, അതായത് ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാവുന്ന പൊടിപടലങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മേഘക്കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്രാബ് നെബുള എന്ന് വിളിക്കുന്നത്. ഇത് ഭയങ്കര വലുതാണ്. ഇതൊരു സിംഗിൾ പാർട്ടിക്കിൾ അല്ല. സോ അത് ആ ഓപ്ഷൻ അല്ല, ഓപ്ഷൻ തെറ്റാണ്. അടുത്തൊരു ഓപ്ഷനാണ് പൾസാർസ് എന്ന് വിളിക്കുന്നത്. പൾസാർ എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ സ്റ്റാറിനെയാണ്, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രോൺ സ്റ്റാർ ആണ് പൾസർ എന്ന് വിളിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു സ്പേസിൽ കാണുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇത് നമ്മളെ എർത്തിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ എർത്ത് ഇല്ലാതാവും. സോ ഇതൊരു പാർട്ടിക്കിൾ അല്ല. അടുത്തതാണ് മിയോൺ എന്ന് പറയുന്നത് ഒരു റിയൽ പാർട്ടിക്കിൾ ആണ്. ഇത് നമ്മുടെ ഇലക്ട്രോണിനെ പോലെ ബിഹേവ് ചെയ്യുന്ന, ഇലക്ട്രോണിനെ പോലുള്ള വേറൊരു പാർട്ടിക്കിൾ ആണ് മിയോണുകൾ എന്ന് വിളിക്കുന്നത്. മിയോണുകൾ കോസ്മിക് റേസിലൂടെ വന്ന് അറ്റ്മോസ്ഫിയറിൽ ഹിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഓപ്ഷൻ അല്ല. കാരണം മിയോൺ എന്ന് പറയുന്ന നെയിം വന്നതെന്ന് പറയുന്നത് ജപ്പാനീസ് സൺ ഗോഡസിൽ നിന്നല്ല. മിയോണ്
ജസ്റ്റ് അവര് ആ ഒരു സെക്കൻഡറി പാർട്ടിക്കിളിന് ഒരു പേര് കൊടുക്കുന്നേ മിയോൺ എന്ന്. സോ ഏറ്റവും റീസെന്റ് കണ്ടുപിടിച്ച ആ ഒരു ഹൈ എനർജി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അമറ്ററാസു ആണ്. അതാണ് ജപ്പാനീസ് ഗോഡസിന് നെയിം കൊടുത്തത്. അപ്പൊ നാഗ്യു, നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ജനറൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് സെറ്റിന്റെ ക്വസ്റ്റ്യനുകൾ. ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഗ്രാമർ ടോപ്പിക്സിന്റെ ഒരു റിവിഷനാണ്. നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ സെറ്റ് പരീക്ഷയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ നോർമൽ ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻസിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കിട്ടുന്നത് കുറച്ചും കൂടെ ഇഡിയംസ്, സിനോണിംസ്, ആന്റോണിംസ്, അങ്ങനത്തെ ഇതിന്റെയൊക്കെ അർത്ഥങ്ങളും അല്ലെങ്കിൽ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. സോ നിങ്ങൾ മറ്റ് ഗ്രാമർ ടോപ്പിക്സ്, ആർട്ടിക്കിൾസ്, കൺജങ്ഷൻസ്, പ്രപ്പോസിഷൻസ് അതൊക്കെ നിങ്ങൾ നോക്കണം. അതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടെ അധികം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇഡിയത്തിനും സിനോണിംസിനും ആന്റോണിംസിനും ഒക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് ധാരാളമായിട്ട് ഇഡിയംസും സിനോണിംസും ആന്റോണിംസും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് അത് പഠിക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങളുടെ മെമ്മറിയിലേക്ക് സൂക്ഷിക്കുക. നമുക്ക് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഡിയം ടു ത്രോ ഡൗൺ ദ glutton means surrender gracefully, accept a humiliating defeat, issue a direct challenge, withdraw from a competition. It means issue a direct challenge. അതായത് മിഡീവൽ ടൈമില് ഗ്ലോട്ടന്റ് എന്ന് പറയുന്ന ഇത് ഗ്ലവ്, അത് ശരിക്കും പറഞ്ഞാൽ ത്രോൺ ചെയ്തിരുന്നത് ടു ചലഞ്ച് സംവൺ ടു എ ഡുവൽ. നമ്മളിങ്ങനെ മല്ലയുദ്ധത്തിനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ചേഷ്ട ചെയ്തിരുന്നത്. അപ്പൊ ത്രോ മീൻസ് സ്റ്റാർട്ട്, സോ സ്റ്റാർട്ട് എ ചാലഞ്ച്. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥമായിട്ട് ഇഷ്യൂ എ ഡിറക്റ്റ് ചാലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ എന്തെങ്കിലും ഇതിൻ്റെ അകത്തൊരു ഹിഡൻ ഫാക്ടർ ഉണ്ടോ, അത് വെച്ചിട്ട് യു ക്യാൻ റിമെമ്പർ ദ മീനിങ് ഓഫ് ദീസ് ഇഡിയംസ്. Choose a sentence in which the idiom to read between the lines is used correctly. Read between the lines എന്ന് പറയുന്നത് എന്താണ്? വരികൾക്കിടയിൽ വായിക്കുക, അതിൻ്റെ അകത്തുള്ള ഹിഡൻ മീനിങ് കണ്ടുപിടിക്കുക. She read between the lines of the book to improve her speed. ആണോ നമുക്ക് നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. The editor asked him to read between the lines for grammatical errors. ഇതൊരു റീചെക്കിംഗ് മാത്രം നടക്കുന്നുള്ളൂ. One must read between the lines to understand the politician's real intention. Yes, that's the correct point. അതെന്താണ്? ഒരു ആളുടെ റിയൽ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് യു ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമ്മൾ അവരുടെ വാക്കുകൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കണം, എങ്കിൽ മാത്രമാണ് ആ വാക്കുകൾക്കിടയിൽ അവർ ഒളിപ്പിക്കുന്ന ആ ഒരു ഹിഡൻ ഫാക്ടുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. So the correct answer is one must read between the lines to understand the politician's real intention. So lines, words between means hidden meaning. So not what is said but what is meant. എന്താണ് പറഞ്ഞത് എന്നല്ല നമുക്ക് അറിയേണ്ടത്, എന്താണ് അതിനുള്ളിൽ ഉള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. The idiom to steal someone's thunder refers to taking undue credit for another's achievements, copying someone's writing secretly, interrupting someone loudly, destroying someone's reputation. The correct answer is taking undue credit for another's achievement. നിങ്ങൾ ഓർക്കുക, തണ്ടർ ഒരു ഒച്ചപ്പാടും ബഹളവും, ഒരു അറ്റൻഷൻ, ഒരു അപ്ലോസ് ഒക്കെയാണ്. സ്റ്റീൽ means you are taking the credit of someone. Okay, so to steal someone's thunder means മറ്റൊരാളുടെ ക്രെഡിറ്റ് നമ്മൾ നമ്മളുടേതായിട്ട് എടുക്കുന്നു. The synonym of laconic is verbose, eloquent, terse, ornate. എന്താണ് സിനോണിം? സിനോണിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ് ഏതാണ്? സിമിലർ മീനിങ് ഉള്ള വേർഡ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു നോ അബൌട്ട് വാട്ട് ഡസ് ദിസ് ലാക്കോണിക് മീൻസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് എന്താണ്? ടേഴ്സ്. അതായത് നമ്മളെ ലാക്കോണിക് പീപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പീപ്പിൾ ഹു സ്പീക്ക് ലൈക്ക് എ ലേസർ, ഭയങ്കര ഷോർട്ട്, ക്രിസ്പ് ആൻഡ് ബ്രീഫ്, ടു ദ പോയിന്റ്, ഷാർപ്പ്, ആപ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അവർ സംസാരിക്കുന്നത് ഭയങ്കര ബ്രീഫ് ആയിരിക്കും, ഭയങ്കര ടേഴ്സ് ആയിട്ടായിരിക്കും. സോ ദ സിനോണിം ഓഫ് ലാക്കോണിക് ഇസ് ടേഴ്സ്. Choose the synonym of candid. നമുക്ക് നല്ല പരിചയമുള്ള ഒരു വേർഡാണ് candid. എന്താണ് candid pics എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ അറിയാണ്ട് നമ്മുടെ നാച്ചുറലി ക്യാപ്ചർ ചെയ്യുന്ന രീതിയാണ് കാൻഡിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ കാൻഡിഡ് ക്യാമറ ഇസ് ലൈക്ക് എ നാച്ചുറൽ, ഓണസ്റ്റ്, അവിടെ കൂടുതൽ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ല. സോ ദ ആൻസർ ഇസ് ഫ്രാങ്ക്. The antonym of parsimonious is dash. Surly, frugal, lavish, and economical. നമുക്ക് ആ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യാം. Parsimonious. So they hold money tightly. ഒരു പൈസ സ്പെൻഡ് ചെയ്തേയില്ല. So the opposite of that word is lavish. കാരണം എന്താണ്? They are spending money freely without any thought. സോ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് 1000 above വേർഡ്സ് വിത്ത് സിനോണിംസ്, ആന്റോണിംസ് ആൻഡ് എവറിത്തിങ്. പക്ഷേ ഈ ഇത്രയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഇതുപോലത്തെ എലമെന്റ് ഉണ്ടാവും. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ്, ദെൻ യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി. ഹലോ എവരി വൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് പേപ്പർ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്സിൻ്റെ പാർട്ട് നോക്കാം. നമുക്കറിയാം, നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും 4-5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മാത്സ് ഫീൽഡിൽ നിന്ന് വരുന്നത് അല്ലേ. ഈ 4-5 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ എബിലിറ്റി പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നും നമുക്ക് ഈ പേപ്പർ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്സിന് നമുക്ക് യാതൊരു പ്രഡിക്ഷനും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം നോക്കി പോകേണ്ടുന്ന കുറച്ച് ടോപ്പിക്സ്, ആ ടോപ്പിക്കുകളാണ് ഇന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ഓരോ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം തന്നെ ചോദിക്കുക എന്നല്ല, നമുക്ക് അത്യാവശ്യം നമ്മുടെ PYQs നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കൺസെപ്റ്റുകൾ, ആ കൺസെപ്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജോമെട്രി, ഏരിയ റിലേറ്റഡ് ആയിട്ട്, ഏരിയ അല്ലെങ്കിൽ പെരിമീറ്റർ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏരിയ റിലേറ്റഡ് ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം ജോമെട്രിയിൽ അറിയാവുന്ന ഏരിയാസ്, ട്രയാങ്കിൾസ്, റെക്ടാങ്കിൾസ്, സ്ക്വയർ, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഏരിയ, പെരിമീറ്റർ ഫോർമുലകളൊക്കെ നമ്മളൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സോ ലെങ്ത് L, ബ്രെഡ്ത്ത് B ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 5 കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ പെരിമീറ്റർ 50 എന്നാണ് പറഞ്ഞേക്കുന്നത്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് L+B ആണ്. 2 ടൈംസ് L+B എന്ന് പറയുന്നത് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ L+B = 50 ഡിവൈഡഡ് ബൈ 2, അതായത് 25 എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ 2 ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Lന് പകരം B+5 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ B+5 + B = 25 എന്ന് പറയാം. അതായത് 2B+5 = 25 എന്ന് പറയാം. ആ 5നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2B = 25 - 5 20 എന്ന് പറയാം. സോ B = 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 10 ആണെന്ന് പറയാം. B 10 ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് Bനേക്കാൾ 5 കൂടുതലാണ്. സോ 15 ആയിരിക്കും എന്ന് പറയാം. ദെൻ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആണ്. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് L × B ആണ്. സോ 15 × 10 നമുക്ക് എത്രയാണെന്ന് പറയാം? 150 ആണെന്ന് പറയാം. ഓക്കെ, സോ ഇത്തരത്തിൽ ജോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ അടുത്തത് ആവറേജ്. ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വേറൊരു സെക്ഷനാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സെക്ഷനാണ് ആവറേജ്. എങ്ങനെയാണ് കുറച്ച് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ടേംസിൻ്റെ ആവറേജ് കാണുക? ആ സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് ആവറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ നമുക്ക് ആവറേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആവറേജ് ഓഫ് 8 നമ്പേഴ്സ് ഈസ് 25 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ 8 നമ്പേഴ്സ് ഉണ്ട്. X1, X2 അങ്ങനെ X8 വരെ ഉണ്ട്. എല്ലാം കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ 8 നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്? 25 കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്ക് ഈ 8നെ ഇവിടെ കൊണ്ടുപോയി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് X1 + X2 + എക്സെട്ര + X8 എല്ലാം കൂടി സം ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25 × 8, അതായത് 200 കിട്ടും അല്ലേ. അപ്പം നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് സം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 200 ആണ്. ഓക്കെ, ദെൻ അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇഫ് 1 നമ്പർ 40 ഈസ് റിമൂവ്ഡ്
ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് എത്ര കുറച്ചു? 40 കുറച്ചു. അപ്പൊ നമുക്ക് ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ ഒരു 40 കുറയ്ക്കാം, റൈറ്റ് സൈഡിലും ഒരു 40 കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നമ്പർ പോയി അല്ലേ, 40 നമ്മൾ കുറച്ച് കളഞ്ഞു. സോ നമ്മുടെ കയ്യിൽ നമുക്കിനി 7 നമ്പേഴ്സേ ഉള്ളൂ. സോ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x7 7 നമ്പേഴ്സിന്റെ സം ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. 200 മൈനസ് 40 എന്ന് പറയുന്നത് 160 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? 7 നമ്പേഴ്സിന്റെ ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? 7 നമ്പേഴ്സ് കൂട്ടുക, ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പൊ 7 നമ്പേഴ്സ് കൂട്ടിയത് ഇവിടെ ഉണ്ട് അല്ലേ, അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ 7 ചെയ്യാൻ രണ്ട് സൈഡിലും. അപ്പൊ പുതിയ ആവറേജ് എത്രയായിരിക്കും? 160 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത്. ഈ സം ഓഫ് നമ്പേഴ്സിനെയൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവും. ജസ്റ്റ് സം എന്നൊക്കെ പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആവറേജ് എന്ന് പറയുന്നതും നമുക്ക് പേപ്പർ 1 ഒഴിവാക്കേണ്ടതല്ല, നമ്മളൊന്ന് നോക്കി പോകേണ്ട ഒരു സെക്ഷനാണ്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പറയുന്ന കൺസെപ്റ്റുകളിൽ നിന്നെല്ലാം നമുക്കൊരു ക്വസ്റ്റ്യൻ ഷുവർ എന്നല്ല പറയുന്നത്, എന്നാലും നമുക്ക് ഈ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ പൊതുവെ ചോദിച്ചു കാണാറുള്ള കൺസെപ്റ്റുകൾ. പെർസെൻറ്റേജ് ഒന്ന് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ പ്രൈസ് ഓഫ് എ ഷർട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ആദ്യം 20% ഇൻക്രീസ് ചെയ്തു, ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 20%. അത് കഴിഞ്ഞിട്ട് 20% ഡിക്രീസ് ചെയ്തു. ആദ്യം 20% ഇൻക്രീസ് ചെയ്തു, പിന്നെ 20% ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ സൈസ് റേറ്റ് സെയിം ആയിട്ടല്ല നിൽക്കുക. ആദ്യം 20% ഇൻക്രീസ് ചെയ്തപ്പോൾ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാവും അല്ലേ, ആ എമൗണ്ടിൻ്റെ 20% ആയിരിക്കും ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്കൊരു റേറ്റ് അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകാം. ദ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 1000 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 1000 രൂപയുടെ ഒരു ഷർട്ട് ഉണ്ട്. ആദ്യം 20% ഒന്ന് കൂട്ടി, ദെൻ 20% ഒന്ന് കുറച്ചു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രൈസ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം 20% കൂട്ടണമെന്നുണ്ടെങ്കിൽ 1000ന്റെ 20% കണ്ടുപിടിക്കണം. ഒരു നമ്പറിന്റെ 20% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പെർസെൻറ്റേജ് 1000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പം നമുക്കത് 0s ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 ഇൻറ്റു 2 200 ആണ് കിട്ടുക. സോ നമുക്ക് ആദ്യം റേറ്റ് കൂട്ടിയേക്കുന്നത് 200 ആണ്. അപ്പോൾ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എത്രയായി? 1200 ആയി, 1200 ആയി. പിന്നെ എന്താ ചെയ്തത്? അതിൻ്റെ 20% ഡിക്രീസ് ചെയ്തു. ഇതിൻ്റെ 20% ആണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ 1200ന്റെ 20% കാണാം. അപ്പം നമുക്ക് 0s കട്ട് ചെയ്യാം. സോ 120 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 240 കിട്ടി. അപ്പോൾ നമുക്ക് പുതിയ റേറ്റ് എന്ന് പറയുന്നത് 1200ൽ നിന്ന് എത്ര കുറച്ചു? 240 കുറച്ചു. അപ്പം നമുക്ക് എത്ര കിട്ടും? 960 ആയിരിക്കും ആൻസർ കിട്ടുക. സോ ഷർട്ടിൻ്റെ ആക്ച്വൽ പ്രൈസ്, ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 960 ആയിരിക്കും. അപ്പം മനസ്സിലായല്ലോ. ആദ്യം 20 കൂട്ടി, പിന്നെ 20 കുറച്ചു എന്ന് പറയുമ്പോൾ 1000 ആയിട്ട് തന്നെ റിമൈൻ ചെയ്യല്ല ചെയ്യുന്നത്, പിന്നെ കുറഞ്ഞു പോയി. കാരണം റേറ്റ് കൂടിയല്ലോ, 1200 ആയല്ലോ. 1200ന്റെ 20% എന്ന് പറയുമ്പോൾ 1000ന്റെ 20% ആയിരിക്കില്ല അല്ലേ വാല്യൂ വരുന്നത്, വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റേറ്റ് മാറും. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസും പെർസെൻറ്റേജ് എന്ന് പറയുന്ന സെക്ഷനും നമ്മൾ പേപ്പർ 1 ഒന്ന് നോക്കി പോകേണ്ടുന്ന ഒരു സെക്ഷനാണ്. ദെൻ അടുത്തത് മെൻ്റൽ എബിലിറ്റി പ്രോബ്ലംസ്. ഇത് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ PYQസിലൊന്നും ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസിലും PYQസിലും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് കൂടുതൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെൻ്റൽ എബിലിറ്റി പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മിക്കവാറും തന്നെ എന്തെങ്കിലും ആൽഫബെറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ക്യാറ്റ് 24, ഡോഗിന് 26, അങ്ങനെയാണെങ്കിൽ ബാറ്റിന് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഒരു നമ്പറുമായിട്ട് ഈക്വലായിട്ട് തരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് ABCD ലെറ്റേഴ്സ് എഴുതി നോക്കുക. ABCD അങ്ങനെ എവിടെ വരെ എഴുതണം? Z വരെ എഴുതുക. Aക്ക് 1, Bക്ക് 2, 3, അങ്ങനെ Zന് 26 വരെ നമ്പർ ചെയ്യുക. ദെൻ ക്യാറ്റ് എന്ന് പറയുമ്പോൾ Cയുടെ 3, Aയുടെ 1,
പിന്നെ നമുക്ക് ടീയുടെ എന്ന് പറയുന്നത് 20 ആണ് വരിക. നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സിയുടെക്ക് കറസ്പോണ്ടിങ് 3, എക്ക് കറസ്പോണ്ടിങ് 1, ടിക്ക് കറസ്പോണ്ടിങ് 20 കിട്ടും. ഇതെല്ലാം കൂടി സം ചെയ്താൽ 24 കിട്ടും. അപ്പോൾ തന്നെ മനസ്സിലായി അത് തന്നെയാണ് സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ദെൻ ഡോഗ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഡോഗ് എന്ന് പറയുമ്പോൾ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 വരും, ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 15 വരും, ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 7 വരും. അപ്പോൾ 19 + 7 26 ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ബാറ്റിന് കറസ്പോണ്ടിങ് നോക്കാം. ബിക്ക് കറസ്പോണ്ടിങ് എത്രയാണ്? 2 ഉണ്ട്, എക്ക് കറസ്പോണ്ടിങ് 1 ഉണ്ട്, ടിക്ക് കറസ്പോണ്ടിങ് 20 ഉണ്ട്. അപ്പോൾ എത്ര വരും? 23 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നമ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇതുപോലെ ആൽഫബറ്റ്സ് എഴുതി നമ്പർ ഇടുക. ആ നമ്പറുമായിട്ട് എന്താണോ കണക്ഷൻ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇവിടെ സം ചെയ്യാണ്, സം ചെയ്യൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ദെൻ അടുത്തത് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈനൽ ആൻസർ നോക്കണ്ട കേട്ടോ. എ കാർ ട്രാവൽസ് 180 കിലോമീറ്റർ ഇൻ 3 hours എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്റ്റൻസ് 180 ആണ്, ടൈം 3 hours ആണ്. ആൻഡ് റിട്ടേൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 45 km/h എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ അങ്ങോട്ടേക്ക് പോയ സ്പീഡ് കണ്ടുപിടിക്കണം. തിരിച്ചു വന്നിട്ടുള്ള സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ 180 / 3 ആയിരിക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോയ സ്പീഡ് എന്ന് പറയുന്നത്. സോ 180 / 3 എന്ന് പറയുന്നത് 60 ആയിരിക്കും നമുക്ക് ഒരു സൈഡിലേക്കുള്ള സ്പീഡ്. റിട്ടേൺ സ്പീഡ് തന്നിട്ടുണ്ട് 45. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 എടുക്കുക. രണ്ടെണ്ണം സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 എടുക്കുക. ഇതായിരിക്കും നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം എങ്ങനെയാണ് റിലേറ്റഡ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ. അടുത്തത് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നെക്സ്റ്റ് ടേം ഏതാണ്, അല്ലെങ്കിൽ 15th ടേം ഏതാണ്, സം ഓഫ് ടേംസ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം an, എന്നാമത്തെ ടേം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല a + n-1 × d യും സം ഓഫ് ടേംസ് n ടേംസിൻ്റെ സം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല n/2 × a + n-1 × d യും ആണ്. ഓക്കെ. അപ്പോൾ n എന്ന് പറയുന്നത് എത്ര എണ്ണാണോ അവർ തരുന്നത് അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആയിരിക്കും. ഡി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതായത് എത്ര വീതം കൂട്ടിപ്പോണം. ഇവിടെ 4 വീതം കൂട്ടിപ്പോയേക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ടേം 3യും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 + 4 ആണ് 7 കിട്ടിയേക്കുന്നത്. സോ കോമൺ ഡിഫറൻസ് കൂട്ടിപ്പോയേക്കുന്നത് 4 ആണ് അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 15ാമത്തെ ടേം ആണ്. അതായത് an = a + n-1 × ഡിയിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് a15 ആണ്. 15th ടേം ആണ്. സോ a + 15 - 1 അതായത് 14d ആയിരിക്കും ആൻസർ വരിക. സോ 3 + 14 × 4 എന്നുള്ളതായിരിക്കും നമുക്ക് ആൻസർ വരിക. 59 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ ആണല്ലോ. സോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നും നമുക്ക് ഒന്ന് നോക്കി പോകേണ്ടുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ നിന്നും നമുക്ക് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട സെക്ഷനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 cards ആണ്. നമ്മുടെ കാർഡുകളുടെ കാര്യം പറഞ്ഞേക്കുന്നത്. 52 cards ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഓർ എ ഹേർട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം 52 cardsൽ 4 കിങ് ഉണ്ട്, അതുപോലെ തന്നെ 13 ഹേർട്ട് കാർഡുകളുണ്ട് അല്ലേ. 13 ഹേർട്ട് കാർഡുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണം കിങ് തന്നെയാണ്. അപ്പോൾ ഇവിടെ 4ഉം 13 നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് കിങ്ങിനെ അങ്ങോട്ട് മാറ്റാം, കാരണം അത് നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ 4 കിങ്ങിനെ ഇവിടെ എടുത്തു. ഇവിടുത്തെ കിങ് ഒഴികെയുള്ള 12 ഹേർട്ട് കാർഡുകളും എടുത്തു. അപ്പോൾ ടോട്ടൽ കാർഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആയി. സോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാർഡ് കിങ് ഓർ ഹേർട്ട് എന്ന് പറയുമ്പോൾ ഫേവറബിൾ കാർഡുകളുടെ എണ്ണം 16 ആണ്. ടോട്ടൽ കാർഡുകളുടെ എണ്ണം 52 ആണ്. സോ 16 / 52 4/13 ആയിരിക്കും ആൻസർ വരിക. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4/13 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കാണുക എന്ന് പറയുന്നത് എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന് ഫേവറബിൾ ആയിട്ട് നമുക്ക് എത്ര ഔട്ട്കംസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിങ് ഓർ ഹേർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കിങ്ങും ഹേർട്ടും
ഹേർട്ടോ കിങ്ങോ ഏതെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ 16 എണ്ണേ പോസിബിൾ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് എടുത്താൽ മാത്രമേ നമുക്ക് കിങ്ങോ ഹേർട്ടോ കിട്ടുള്ളൂ. സോ ആ 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ആയിരിക്കും പ്രോബബിലിറ്റി. ഓക്കെ, സോ നമുക്ക് പേപ്പർ 1 കറസ്പോണ്ടിങ് ആയിട്ട് നോക്കേണ്ടുന്ന സെക്ഷൻസ് ഏതൊക്കെയായിരുന്നു? പ്രോബബിലിറ്റി സെക്ഷൻ ഒന്ന് നോക്കണം, അതിൻ്റെ ഫോർമുല ഒന്ന് നോക്കണം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജസ്റ്റ് 2 ഫോർമുലകളൊന്ന് മനസ്സിലാക്കുക. സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ഒന്ന് നോക്കാം. അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി പ്രോബ്ലം, അത് നമുക്ക് ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ മതി, അതായിരിക്കും നല്ലത്. നമുക്ക് പല ടൈപ്പിൽ തിങ്കിങ് സ്കില്ല് പ്രോബ്ലംസ് വരാമല്ലോ. ഇതൊരു പാറ്റേൺ മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ നമുക്കത് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നത്. പിന്നെ നമുക്ക് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ആവറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഏരിയ അല്ലെങ്കിൽ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. ഈ ഒരു 7 കൺസെപ്റ്റുകളാണ് നമ്മൾ അത്യാവശ്യം ഒന്ന് നോക്കി പോകേണ്ടുന്ന കൺസെപ്റ്റുകൾ. ഇത്രയും കൺസെപ്റ്റുകൾ നോക്കുക, അത്യാവശ്യം ജസ്റ്റ് ഫോർമുലകൾ മനസ്സിലാക്കുക. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല, സോ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.